ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിലൊരു കട്ടൊരി ബ്ലൗസ് കേട്ടാൽ നോക്കാം കേട്ടോ. തുണി 12 ഇഞ്ചിൽ രണ്ടായി മടക്കിയിട്ടു. ഇനി നമുക്ക് ബാക്ക് കട്ട് ചെയ്യാൻ നോക്കാം. ബാക്കിൻ്റെ ഇറക്കം 15.5 ഇഞ്ചാണ്. 15 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കും. അടിയിൽ പട്ട വെച്ച് അടിക്കണം കേട്ടോ. 2.5 ഇഞ്ച് കഴുത്തകലം, 8 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം. ബാക്കിൻ്റെ കഴുത്തിറക്കമാണ് കേട്ടോ. ബാക്കാണ് ആദ്യം വെട്ടുന്നത്. അതിൽ കർവ് വരച്ചിടുക. ഇനി നമുക്ക് ഷോൾഡർ 3.25 കൈക്കുഴി 6 ഇഞ്ച്. അത് കള്ളി വരച്ചിടുക. ഇനി അതിൻ്റെ മൂലഭാഗം 1.25 ഇഞ്ച് എടുത്ത് കർവ് വരയ്ക്കുക. ഷോൾഡറിൻ്റെ സൈഡൊന്ന് ചെരിച്ച് വരയ്ക്കുക. സൈഡ് ഭാഗം ഒന്ന് ചെരിച്ച് വരയ്ക്കുക. ഇനി നമുക്കത് കട്ട് ചെയ്യാം കേട്ടോ. ബാക്ക് റെഡി. നമുക്ക് മൂല മടക്കിയിട്ട് തുണി മൂല മടക്കിയിട്ടിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് കൈക്കുഴി വരച്ചു. കഴുത്തകലം മാർക്ക് ചെയ്തു. ഈ കഴുത്തിറക്കം 6 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്തിട്ടു. നമുക്ക് വണ്ണത്തിൽ ഒരു 3 ഇഞ്ച് കൂടുതൽ വേണം ടക്കടിക്കാൻ വേണ്ടിയിട്ട്. ആ 3 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടു. ഈ കഴുത്ത് കർവ് വരച്ചു. കഴുത്തിൻ്റെ തുമ്പത്തുനിന്ന് 1 ഇഞ്ച് കൂടുതൽ വരയ്ക്കുക. എന്നിട്ട് 5.5 ഇഞ്ച് ബട്ടൻ്റെ ഭാഗം അടയാളപ്പെടുത്തുക. അത് 3 ഇഞ്ച് കൂടുതലുള്ളതിലേക്ക് വരയ്ക്കണം. തുണി മാറ്റി വയ്ക്കുക. ഈ 6 ഇഞ്ച് കൈക്കുഴി കുഴിച്ച് കിട്ടുക. ഈ കഴുത്തിൻ്റെ ആ ചതുരത്തിൽ നിന്ന് നമുക്കൊരു മാർക്ക് ചെയ്തിടുക. കൈക്കുഴിയിൽ അവിടെ നിന്ന് 2.5 ഇഞ്ചും മാർക്ക് ചെയ്യുക. 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇനി 12 ഇഞ്ച് കറക്റ്റ് എടുത്തിട്ട് സൈഡ് മാർക്ക് ചെയ്യുക. സൈഡിൽ നിന്ന് 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 5 ഇഞ്ചിലേക്ക് ഈ കർവ് വരച്ചിടുക. ഇനി താഴേന്ന് ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. 2 ഇഞ്ച് സൈഡിലേക്കും 2 ഇഞ്ച് പുറത്തും മാർക്ക് ചെയ്ത് കോണ് വരയ്ക്കുക. അത് ടക്കിനുള്ളതാണ്. അവിടെ നിന്ന് 5.5 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്തു. നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. 7 ഇഞ്ച് എടുത്തിട്ട് അവിടേക്ക് സൈഡ് ഇറക്കം മാർക്ക് ചെയ്യണം. കട്ട് ചെയ്യാം. കട്ടൊരിയുടെ പാറ്റേൺ റെഡിയായി. ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു 1/2 ഇഞ്ച് ചെരിച്ച് വെട്ടാം അവിടെ. അതുപോലെ തന്നെ അതിൻ്റെ തുമ്പും വെട്ടിക്കളയാം. ഈ ടക്കടിച്ച കപ്പ് റെഡിയായി. ഇനി നമുക്ക് കൈയാണ് വെട്ടാനുള്ളത്. നമ്മൾ കൈയിൻ്റെ ഇറക്കം നമുക്ക് 12 ഇഞ്ചാണ്. 12 ഇഞ്ച് കണ്ട. ഇനി വണ്ണം ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. 9 ഇഞ്ച് മതി. 9 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ സൈഡിലെ മൂലഭാഗത്തു നിന്ന് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. മൂലഭാഗത്ത് ചെരിച്ച് 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. മുകളിൽ നിന്ന് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അങ്ങനെ കർവ് വരയ്ക്കുക. പിന്നെ അടിഭാഗം 7 ഇഞ്ച് അടയാളപ്പെടുത്തി 7.5 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് വരയ്ക്കുക. കൈ റെഡി.
ഈ കട്ട് ചെയ്ത് ഇനി സെൻറ്ററിലൊരു നോച്ചിട്ട് കൊടുക്കുക, നിർത്തിയിടുക. നിർത്തിയിട്ടിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. മുകളിൽ നിന്ന് 2 ഇഞ്ച്, അതിൻ്റെ സെൻറ്റർ കാണുക, 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് ചെരിച്ച് വരയ്ക്കുക, മുകളിലേക്കും ചെരിച്ച് വരയ്ക്കുക, കട്ട് ചെയ്യുക. കുഴിച്ച് വെട്ടലും കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്ന് കൈക്കുഴി ചെറുതായിട്ടൊന്ന് ശരിയാക്കി ഉണ്ടാകും. കട്ടരിയുടെ ഭാഗങ്ങൾ ക്ലിയറായി, കൈയും റെഡിയായി. ഇനി അടിയിലേക്ക് നമുക്കൊരു പട്ട വയ്ക്കണ്ടേ? ആ പട്ട നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് 4.5 ഇഞ്ച് വീതിയും ഫ്രണ്ട് ഭാഗത്തേക്ക്, നടുവിൽ 3.5 ഇഞ്ച്, 10 ഇഞ്ച് നീളം, അതിൻ്റെ ആ ഭാഗം 4 ഇഞ്ച്. എന്നിട്ട് കർവ് ബോട്ട് പോലെ വരയ്ക്കുക. അത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരെണ്ണമായി, ഇതുപോലെ 6 എണ്ണം വേണം. തുണി കുറവാണ്, അത് കാരണം കൊണ്ട് ഒരെണ്ണം കൂടി നമ്മൾ ഇതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യണം. ബാക്കിയുള്ളത് വേറെ തുണി കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പട്ട 2 എണ്ണം റെഡി. നമുക്ക് 2.5 ഇഞ്ച് വീതിയിൽ ബട്ടൺ വയ്ക്കുന്നിടത്തൊരു പട്ട വേണം. 1.5 ഇഞ്ച് വീതിയിലും ഒരു പട്ട കട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ക്രോസാണ് വേണ്ടത്. ക്രോസും കട്ട് ചെയ്ത് വയ്ക്കുക. 1.25 ഇഞ്ച് വീതിയിലാണ് ക്രോസും കട്ട് ചെയ്യുക. നമുക്കൊരു അടിയിൽ വയ്ക്കാനൊരു പടി വേണം, 1.5 ഇഞ്ച് വീതിയിൽ. അത് കട്ട് ചെയ്ത് വയ്ക്കുക. അതിന് തികയാത്തൊരു ചെറിയ പീസ് ജോയിൻ്റ് അടിക്കേണ്ടി വരും, അതും കട്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് ബാക്കിയുള്ള തുണി കൊണ്ട് ക്രോസ് വെട്ടി വയ്ക്കാം. പോരാത്ത ക്രോസും കൂടി കട്ട് ചെയ്ത് കറക്റ്റ് 1.25 ഇഞ്ചിൽ കട്ട് ചെയ്ത്